ഞാനും ദുർഗ മാമിന്റെ സ്റ്റുഡന്റ് ആണ്. മാമാണ് എന്റെ മെന്റർ. ഞാൻ ഈ പറയുന്ന പോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ 2010 ഡിഗ്രി പാസ് ഔട്ട് ആയത്. അതിനുശേഷം ജോലി, അതേപോലെ ഫാമിലി, അങ്ങനെ കുറച്ച് ഇതായിട്ട് PG ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റാണ്ട് കിടന്നതാ. അപ്രതീക്ഷിതമായിട്ടാണ് ലേൺ വൈസിന്റെ ആഡ് ഞാൻ ഇൻസ്റ്റയിൽ കാണുന്നതും ബൈ മിസ്റ്റേക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ അത് എന്നോട് ക്ലിക്ക് ചെയ്ത് പോയത്. ആ സെക്കൻഡിൽ, ആ സമയത്താണെങ്കിൽ ഞാൻ മോക്ക് 2 വയസ്സായിട്ടേ ഉള്ളൂ. ആ സെക്കൻഡിൽ ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ PG ചെയ്യണം എന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി. എനിക്ക് മെന്ററായിട്ട് ദുർഗാ മാമിനെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെ. അത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെ പല ടെൻഷൻസ് ആയിട്ടാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്തത്. ഞാൻ ഈ PG ജോയിൻ ചെയ്തത്. പക്ഷെ മാമിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ. ഈവൻ എക്സാം അടുക്കുമ്പം എന്റെ സ്വഭാവം ഉണ്ട്, എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ സ്വരങ്ങൾ ഉണ്ടാക്കാൻ പോകും. എഴുതാൻ പറ്റുമോന്നറിയില്ല. എന്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ ദുർഗാ മാമാണ് കൂടുതൽ എന്റെ തൊല്ല താങ്ങിയിട്ടുണ്ടാവുക. എന്നിട്ട് എപ്പോഴും പറയുകയും ചെയ്യും. ഭവ്യ അത് പറയും, പക്ഷെ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭവ്യ പറയും, കുഴപ്പമില്ല മാം, കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ട് എഴുതാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മാമിനെ. പക്ഷെ മാമിന്റെ ഭാഗത്തുനിന്നും ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും കിട്ടിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ 3rd സെം വരെ ചെയ്യാൻ പറ്റിയത്. 4th സെം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ലേൺ വൈസ് ആയാലും മാം ആയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ രീതിയിൽ എനിക്ക് എത്താൻ പറ്റിയാലും ഭയങ്കര ഹാപ്പിയാണ്.